നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 27, 2026 വെള്ളി. ഇന്ന് ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡേറ്റയുടെ റിലീസ് ഉണ്ട്. കൂടാതെ ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളും നിലനിൽക്കുന്ന ഒരു ദിനമാണ്. ഇന്നലെ നമ്മൾ കണ്ടിരുന്നു എൻവിഡിയുടെ ക്വാർട്ടർലി ഏർണിംഗ്സ് മാർക്കറ്റ് എക്സ്പെക്ടേഷനെയൊക്കെ ബീറ്റ് ചെയ്തുകൊണ്ട് വരികയുണ്ടായി. എന്നാൽ ഇന്നലെ അത് US മാർക്കറ്റിൽ ആശങ്ക ഉളവാക്കുകയുണ്ടായി. അവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഓട്ടോ, FMCG തുടങ്ങിയ മേഖലകൾക്ക് ഇന്നലെ മികച്ച നേട്ടം കൈവരിക്കുവാൻ സാധിച്ചെങ്കിലും ഫിനാൻഷ്യൽ സ്റ്റോക്കുകളിൽ ഉടലെടുത്ത നഷ്ടത്തെ തുടർന്ന് എസ്പെഷ്യലി HDFC ബാങ്കിലൊക്കെ ഇന്നലെയും ഇന്ത്യൻ മാർക്കറ്റിന് കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. എങ്കിലും നിഫ്റ്റിക്ക് നേരിയ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയും ചെയ്തു. എങ്കിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ വീണ്ടും 3455.99 കോടി രൂപയ്ക്ക് സെല്ലിംഗ് ആണ് നടത്തുകയുണ്ടായത്. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 5031.57 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ പ്രകാരം ഇനി നിഫ്റ്റിക്ക് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയാണെങ്കിൽ 25,600, 25,650 എന്നീ ലെവലുകളിൽ അതിശക്തമായ റെസിസ്റ്റൻസ് ഒരുപക്ഷെ നേരിട്ടേക്കാം. അതുകൊണ്ട് തന്നെ ഈ ലെവലുകൾ അതിശക്തമായി മറികടന്നുകൊണ്ട് ഇവയ്ക്ക് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ തുടർന്ന് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. എന്നാൽ അതേസമയം കഴിഞ്ഞ ആഴ്ചത്തെയും കൂടാതെ ഇന്നലെ വരെ ഈ ആഴ്ചയിലെയും നിഫ്റ്റിയുടെ വീക്കിലി ലോയായ 25,400 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഡൗൺ സൈഡിലേക്ക് ക്രൂഷ്യലുമാണ്. ഇത് ഒത്തിരി തവണയായി 25,400 എന്ന ലെവൽ നിഫ്റ്റിയിൽ ടെസ്റ്റ് ചെയ്യപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ ഇന്ന് നിഫ്റ്റി ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്ന് 25,350, 25,250 എന്നീ ലെവലുകൾ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് ഒരു പക്ഷെ മാറിയേക്കാം. അതേസമയം 25,000 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് സൈക്കോളജിക്കൽ മാത്രമല്ല ക്രൂഷ്യൽ സപ്പോർട്ട് ഏരിയ കൂടിയാണ്. ആയതിനാൽ തന്നെ ഈ ലെവൽ നിഫ്റ്റി ഒരുപക്ഷെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷറും വർദ്ധിച്ചേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഇന്ന് ഇന്ത്യയിൽ നിന്നും നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വൈകുന്നേരം 4 മണിയോടുകൂടി Q4 GDP ഗ്രോത്ത് റേറ്റിന്റെ റിലീസ് ഉണ്ട് ഇയർ ഓൺ ഇയർ ബേസിസ്. പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളിലേക്ക് വരുമ്പോൾ ഉച്ചയ്ക്ക് 1:15 ഫ്രാൻസിൽ നിന്നും ഫെബ്രുവരി മാസത്തെ ഇൻഫ്ലേഷൻ റേറ്റിന്റെ റിലീസ് ഉണ്ട്. തുടർന്ന് വൈകുന്നേരം 6:30 ജർമ്മനിയിൽ നിന്നും ഫെബ്രുവരി മാസത്തെ ഇൻഫ്ലേഷൻ റേറ്റിന്റെ റിലീസ് ഉണ്ട്. തുടർന്ന് 7 മണിക്ക് US നിന്നും ജനുവരി മാസത്തെ PPI ഡാറ്റയുടെ റിലീസ് നടക്കാനിരിക്കുന്നു. അതേസമയം തന്നെ കാനഡയിൽ നിന്നും Q4 GDP ഗ്രോത്ത് റേറ്റ് ആനുവലൈസ്ഡിന്റെയും Q4 GDP ഗ്രോത്ത് റേറ്റിന്റെയും റിലീസ് നടക്കാനിരിക്കുന്നു. US കൊമേഴ്സ് സെക്രട്ടറി ഇന്നലെ ഇന്ത്യയിൽ സർപ്രൈസ് വിസിറ്റ് നടത്തിക്കൊണ്ട് ശ്രീ പീയൂഷ് ഗോയലുമായിട്ട് ചർച്ചകളിൽ ഏർപ്പെടുകയുണ്ടായി. പക്ഷേ അതിന്റെ ഔട്ട്കം ഒന്നും ഇതുവരെ പുറത്തേക്ക് വരികയും ഉണ്ടായില്ല. ലോകമാകമാനം ഇന്നലെ ഒറ്റുനോക്കിയിരുന്ന ഒരു കാര്യമായിരുന്നു ഒമാന്റെ മധ്യസ്ഥതയിൽ ജനീവയിൽ വെച്ച് US ഇറാനും തമ്മിൽ നടത്തിയ ചർച്ചകൾ. ഇന്നലെ നടന്ന ചർച്ചയിൽ കാര്യമായ പുരോഗതി കൈവരിച്ചു എന്നുള്ള റിപ്പോർട്ട്സ് ആണ് പുറത്തോട്ട് വരുന്നതും. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ ഇൻഫോസിസ് ADRന് 3.4%, വിപ്രോ ADRന് 2.4%, ആക്സിസ് ബാങ്ക് ADRന് 0.5% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ ഡോക്ടർ റെഡ്ഡീസ് ADRന് നേരിയ നഷ്ടത്തോടുകൂടിയും HDFC ബാങ്ക് ADRന് 0.5%, ICICI ബാങ്ക് ADRന് 0.5% നഷ്ടം നേരിടേണ്ടതായിട്ടും വരികയുണ്ടായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. US മാർക്കറ്റിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അതിശക്തമായ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിച്ച് തുടർന്നിരുന്ന US മാർക്കറ്റുകൾക്ക് ഇന്നലെ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇതിലേക്ക് പ്രധാനമായി നയിച്ചത് എൻവിഡിയുടെ ക്വാർട്ടർലി ഏർണിംഗ്സ് മാർക്കറ്റ് എക്സ്പെക്ടേഷനെയൊക്കെ ബീറ്റ് ചെയ്തുകൊണ്ട് വന്നെങ്കിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കുതിച്ചുചാട്ടത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണം എൻവിഡിയിൽ നിന്നുള്ള തിരിച്ചടിയുടെ ഫലങ്ങൾ വിപണി ഇന്നലെ വിലയിരുത്തിയതിനെ തുടർന്ന് S&P 500ന് 0.5%, നാസ്ഡാക്കിന് 1.4% നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. എങ്കിലും US ഡോ ജോൺസ് ഫ്യൂച്ചർ നിലവിൽ നേരിയ തോതിൽ റിക്കവർ ആവുകയും ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK, ജർമ്മൻ മാർക്കറ്റുകൾക്ക് 0.5%, ഫ്രാൻസ് മാർക്കറ്റിന് 0.25% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി നിലവിലെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം
പ്രകാരം ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ മാർക്കറ്റ് നേരിയ നേട്ടത്തോടുകൂടി വ്യാപാരം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം കൊറിയൻ മാർക്കറ്റ് 1.25% നഷ്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നതും. ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ നേരിയ ഉയർച്ച അനുഭവപ്പെടുമ്പോൾ ഗോൾഡിന്റെ വിലയിൽ നേരിയ ഇടിവും അനുഭവപ്പെടുന്നുണ്ട്. ബ്രെന്റ് ക്രൂഡിന്റെ വില $70.88 പെർ ബാരൽ എന്ന നിലയിലേക്ക് എത്തിച്ചേർന്നു. ക്രൂഡ് ഓയിലിന്റെ വില $65.46 പെർ ബാരൽ എന്ന നിലയിലേക്കും എത്തിച്ചേരുകയുമുണ്ടായി. ഗോൾഡിന്റെ വില $5175.91 പെർ ഔൺസ് എന്ന നിലയിലായിട്ട് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 0.69 എന്ന നിലയിലും മാക്സ് പെയിൻ 25,500 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. സപ്പോർട്ട് സോണിൽ ബൈയിങ് ഇൻട്രസ്റ്റ് നിലനിൽക്കുമ്പോഴും ഹയർ ലെവൽസിലുള്ള വീക്ക്നെസിനെ സൂചിപ്പിച്ചുകൊണ്ട് ലോങ് ലോവർ ഷാഡോയോട് കൂടിയിട്ടുള്ള ബെയറിഷ് ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. കൂടാതെ നിഫ്റ്റിക്ക് ഇന്നലെയും 20, 50, 100 EMകളുടെ താഴെയായിട്ട് തന്നെ വ്യാപാരം അവസാനിപ്പിച്ച് തുടരേണ്ടതായിട്ടും വന്നു. RSIയും കൺസോളിഡേറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 25,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. അതേസമയം 25,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നതെങ്കിലും 25,400 എന്ന സ്ട്രൈക്കിലായിട്ടാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണുന്നതും. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.14 എന്ന നിലയിലും മാക്സ് പെയിൻ 61,000 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. ബുൾസിന്റെയും ബിയേഴ്സിന്റെയും ഇടയിലുള്ള ഇൻഡിസിഷനെ സൂചിപ്പിച്ചുകൊണ്ട് ഡോജി കാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നതും. ഇന്നലെയും ബാങ്ക് നിഫ്റ്റിക്ക് അതിന്റെ 10-day EMA ഉൾപ്പെടെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളുടെ മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിച്ച് തുടരുവാനുമായി RSIയിലും നേരിയ ഉണർവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് 58.43 എന്ന ലെവലിലേക്കും എത്തിച്ചേർന്നു. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 61,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 62,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗ് നിലവിൽ കാണുക. 61,000 എന്ന സ്ട്രൈക്കിലാണ് പുട്ട് സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നതെങ്കിലും 60,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് നിലവിൽ കാണാനായിട്ടും സാധിക്കുക. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. വിശാൽ മെഗാ മാർട്ട് 115 രൂപ പെർ ഷെയർ എന്ന നിലയിൽ 6% വരുന്ന ഓഹരികൾ 3,507.5 കോടി രൂപയ്ക്ക് കമ്പനിയുടെ പ്രൊമോട്ടറായ സമേത് സർവീസസ് ഒരു ബ്ലോക്ക് ഡീൽ വഴി വിറ്റഴിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. GMDC, കൽക്കരി, ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷൻ, ഡൗൺസ്ട്രീം ഉപയോഗം എന്നിവയിലെ അവസരങ്ങൾ സംയുക്തമായി പര്യവേഷണം ചെയ്യുന്നതിനായി NTPCയുമായി ഒരു ധാരണാപത്രത്തിൽ ഏർപ്പെട്ടു. MSTC GEM പോർട്ടലിൽ കോൾ ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ഒരു ടെൻഡറിന് ലോവസ്റ്റ് ബിഡറായിട്ട് കമ്പനി മാറുകയുണ്ടായി. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ 2026 സാമ്പത്തിക വർഷത്തേക്കുള്ള രണ്ടാമത്തെ ഇടക്കാല ലാഭവിഹിതം പരിഗണിക്കുന്നതിനായി മാർച്ച് 6 ബോർഡ് യോഗം ചേരും. എഞ്ചിനീയേഴ്സ് ഇന്ത്യ 2026 സാമ്പത്തിക വർഷത്തിൽ ഓഹരി ഒന്നിന് 1.5 രൂപയുടെ രണ്ടാമത്തെ ഇടക്കാല ലാഭവിഹിതം ബോർഡ് പ്രഖ്യാപിക്കുകയുണ്ടായി. മാർച്ച് 6, 2026 ആണ് ഇൻട്രീം ഡിവിഡന്റിന്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ടും പരിഗണിക്കുന്നത്. ഗ്രീവ്സ് കോട്ടൺ കമ്പനിയുടെ അനുബന്ധ സ്ഥാപനമായ ഗ്രീവ്സ് ഇലക്ട്രിക് മൊബിലിറ്റി ASD ഓട്ടോ സൊല്യൂഷനുമായി സഹകരിച്ച് നേപ്പാളിലേക്ക് അന്താരാഷ്ട്ര വികസനം പ്രഖ്യാപിച്ചു. ഇന്ത്യൻ റെയിൽവേ ഫൈനാൻസ് കോർപ്പറേഷൻ 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള രണ്ടാമത്തെ ഇടക്കാല ലാഭവിഹിതം പ്രഖ്യാപിക്കുന്നതിനും 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള വിപണി കടമെടുക്കൽ പരിപാടിയുടെ അംഗീകാരം പരിഗണിക്കുന്നതിനും മാർച്ച് 9 കമ്പനിയുടെ ബോർഡ് യോഗം ചേരും. GRE റിന്യൂ എനർടെക് ആഭ്യന്തര സ്ഥാപനങ്ങളിൽ നിന്ന് 19.27 കോടി രൂപയുടെ ഓർഡർ പലവിധ ഓർഡറുകളിൽ നിന്നായിട്ട് കമ്പനിക്ക് ലഭിക്കുകയുണ്ടായി. സാഗിൾ പ്രീപെയ്ഡ് ഓഷ്യൻ സർവീസസ്, ചെന്നൈ സൂപ്പർ കിങ്സ് ക്രിക്കറ്റ്, സൂപ്പർ കിങ് വെഞ്ചേഴ്സ്, സൗരാഷ്ട്ര സിമെന്റ് എന്നിവയുമായി കമ്പനി ഒരു കരാറിൽ ഏർപ്പെട്ടു. ഈ കരാർ വഴി ചെന്നൈ സൂപ്പർ കിങ്സ് ക്രിക്കറ്റ്, സൂപ്പർ കിങ് വെഞ്ചേഴ്സ് എന്നിവയിലെ ജീവനക്കാർക്കും അസോസിയേറ്റുകൾക്കും കമ്പനി അതിന്റെ സാഗിൾ കോർപ്പറേറ്റ്
എക്സ്പെൻസ് കാർഡ് നൽകുകയും ചെയ്യും. അപ്പോളോ പൈപ്സിന്റെ 2.43 ലക്ഷം ഓഹരികൾ എസ് ഗുപ്ത ഹോൾഡിംഗ്സ് 341.32 രൂപ പെർ ഷെയർ എന്ന നിരക്കിൽ 8.29 കോടി രൂപയ്ക്ക് ബ്ലോക്ക് ഡീൽ വഴി സ്വന്തമാക്കുകയുണ്ടായി. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.